പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം കുറേ ഫോട്ടോകൾ നിങ്ങളെ പരിചയപ്പെടുത്തും. ആ ഫോട്ടോകൾ നിങ്ങൾ വീക്ഷിച്ച് ഇതിൻ്റെ നിജസ്ഥിതികൾ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കമൻറ്റും ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം വീഡിയോയിലേക്ക് കിടക്കാം. ഇത് പുത്തൻതെരുവ് ജംഗ്ഷന് തൊട്ടിപ്പുറത്തുള്ള നമ്മുടെ അൽ സെയ്ദ് സ്കൂളാണ്. ഇത് നമ്മുടെ പുത്തൻതെരുവ് ജംഗ്ഷനിലുള്ള നമ്മുടെ പ്രധാനപ്പെട്ട എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, അതുകൂടാതെ തന്നെ അത് ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്നു. അതുകൂടാതെ തന്നെ ഇത് നമ്മുടെ കുലശേഖരപുരത്തെ ESA ഡിസ്പെൻസറിയാണ്. ദൂരെ നിന്നൊക്കെ വരുന്ന നിരവധി സാധാരണക്കാരായ ഈ കാഷ്യൂ ഫാക്ടറി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്ന ESA ഡിസ്പെൻസറിയാണ്. ഇത് നമ്മുടെ ഈ പുത്തൻതെരുവ് ജംഗ്ഷൻ്റെ കിഴക്കും പടിഞ്ഞാറ് വശത്തുമുള്ള സാധാരണക്കാരായ ആളുകൾ കല്യാണങ്ങളും മറ്റ് ഇതുമൊക്കെ നടത്താൻ ഉപയോഗിക്കുന്ന ഫിസാക്ക ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഓഡിറ്റോറിയമാണ്. അതുപോലെ തന്നെ നിരവധി കമ്പനികളുടെ ഷോറൂമുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഇക്കോ ഷോപ്പ് ആൻഡ് ബയോ ഫാർമസിയാണ്. നമ്മുടെ ജംഗ്ഷനിൽ തന്നെ ഉള്ളതാണ് പുത്തൻതെരുവ് കിഴക്ക് വശം. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു കാഷ്യൂ ഫാക്ടറിയാണ്, വെസ്റ്റേൺ ഇന്ത്യ കാഷ്യൂ ഫാക്ടറി. ഇവിടെ ഈ പറയുന്നതിൻ്റെ കൂട്ട് കുറേ തൊഴിലാളികൾ, അമ്മമാർ വന്ന് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഇതും നമ്മുടെ കാഷ്യൂ ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ട മറ്റേ പരിപ്പുകൾ നിറച്ച് അയക്കുന്ന ഒരു സ്ഥാപനമാണ്. ഒരു കാഷ്യൂ ഫാക്ടറി തന്നെ, CFC കാഷ്യൂസ്. അതിനോട് ചേർന്ന് തന്നെ വേറൊരു കാഷ്യൂ ഫാക്ടറി. ഇവിടെ എല്ലാം നിരവധി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്. പണ്ടത്തെ ആളുകൾ ആശ്രയിക്കുന്ന, അതായത് പഴയ ആളുകൾ ആശ്രയിക്കുന്ന ആയുർവേദ ആശുപത്രിയാണ് പ്രൈവറ്റ് നവീന ആശുപത്രി. ഇത് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയാണ് കുലശേഖരപുരം. അതായത് നാഷണൽ ഹൈവേയുടെ പടിഞ്ഞാറ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനം. ഇത് നമ്മുടെ കുലശേഖരപുരം പഞ്ചായത്ത് ഓഫീസാണ്. അതായത് നാഷണൽ ഹൈവേയുടെ കിഴക്കും പടിഞ്ഞാറ് വശത്തുമുള്ള ആളുകൾ ആശ്രയിക്കുന്ന കുലശേഖരപുരം പഞ്ചായത്ത് ഓഫീസ്. ഇത് വില്ലേജ് ഓഫീസാണ്. അതായത് റോഡിൻ്റെ പടിഞ്ഞാറ് സൈഡിലുള്ള ആളുകൾ ഇപ്പം ഈ പഞ്ചായത്ത് ഓഫീസിലേക്കും വില്ലേജ് ഓഫീസിലേക്കുമൊക്കെ വരണമെങ്കിൽ 100 രൂപ ചിലവാക്കുന്നിടത്ത് 300-350 രൂപ ചിലവാക്കിയാൽ മാത്രമേ ഇനി ഇവിടേക്ക് വരാൻ സാധ്യമാകൂ. ഇത് നമ്മുടെ അച്ചയത്ത് കാഷ്യൂ ഫാക്ടറിയാണ്. ഏകദേശം പുത്തൻതെരുവ് ജംഗ്ഷനിൽ നിന്ന്, നാഷണൽ ഹൈവേയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ പടിഞ്ഞാറ് വശത്തായി സ്ഥിതി ചെയ്യുന്ന കാഷ്യൂ ഫാക്ടറിയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജംഗ്ഷൻ വഴി പടിഞ്ഞാട്ട് ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ബസ് സ്റ്റോപ്പ് അവിടെ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ, അതായത് ഇവിടുന്ന് കിഴക്കോട്ട് പോകുമ്പോൾ റോഡിൻ്റെ വലതുവശത്താണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം കൂടി മനസ്സിലാക്കാം, ഇതുവഴിയുള്ള ബസ് റൂട്ടുകളും നിശ്ചലമാകും. അതായത് ഇവിടെ വരുന്ന തൊഴിലാളികൾ അവർ ഓട്ടോയെ ആശ്രയിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്കെത്തും. ഇതും പുത്തൻതെരുവ് ജംഗ്ഷൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഇതും പുത്തൻതെരുവ് ജംഗ്ഷന് പടിഞ്ഞാറ് വശത്തുള്ള വളരെ തിരക്കുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. വൈകുന്നേരം 4 മണി മുതലാണ് ഇവിടെ തിരക്ക് അനുഭവപ്പെടുന്നത്. 100 കണക്കിന് ആളുകളാണ് ഈ ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നത്. ഇത് നമ്മുടെ കുലശേഖരപുരം പോസ്റ്റ് ഓഫീസാണ്. ഇത് കുഴുവേലി മുക്കിലുള്ള മറ്റൊരു കാഷ്യൂ ഫാക്ടറിയാണ്. ഇത് മറ്റൊരു കാഷ്യൂ ഫാക്ടറി. ഇത് കൂടാതെ തന്നെ പുത്തൻതെരുവ് ജംഗ്ഷൻ്റെ കിഴക്കും പടിഞ്ഞാറ് വശത്തുമായി നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെ ഹുണ്ടായിയുടെയും മാരുതിയുടെയും അടക്കമുള്ള വിവിധ കമ്പനികളുടെ കാർ ഷോറൂമുകൾ, നിരവധി ബൈക്ക് കമ്പനികളുടെ ബൈക്ക് ഷോറൂമുകൾ, ഹോണ്ട,
ആക്റ്റീവ ഉൾപ്പെടെയുള്ള ഹീറോ ഹോണ്ട ആക്റ്റീവ ഉൾപ്പെടെയുള്ള കമ്പനികളുടെ ബൈക്ക് ഷോറൂമുകൾ പ്രവർത്തിക്കുന്നു. ഇവിടെ നിരവധി തൊഴിലാളികൾ, ഇവിടുത്തെ തൊഴിലാളികളും അതുകൂടാതെ കാഷ്യൂ ഫാക്ടറിയിലെ തൊഴിലാളികളും അടക്കമുള്ള ആളുകൾ ആശ്രയിക്കുന്ന പുത്തൻതെരു ജംഗ്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ വിവിധ സ്ഥാപനങ്ങളിലും പ്രൈവറ്റായിട്ടുള്ള തൊഴിലിടങ്ങളിലും ഈ കാഷ്യൂ ഫാക്ടറികളിലുമൊക്കെ ജീവനക്കാർ ആശ്രയിക്കുന്ന പുത്തൻതെരു ജംഗ്ഷനെയാണ്. അതുകൂടാതെ തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കരുനാഗപ്പള്ളി സ്കൂളിലേക്ക് പോകുവാനും ഓച്ചിറ ക്ഷേത്രത്തിലേക്കൊക്കെ പോകുവാനുള്ള ജനങ്ങൾ, പ്രധാനമായിട്ട് താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുവാൻ വേണ്ടി ആശ്രയിക്കുന്ന സാധാരണക്കാർ ആശ്രയിക്കുന്ന പുത്തൻതെരു ജംഗ്ഷൻ. ഇവിടെയെല്ലാം നമ്മൾ സഞ്ചരിക്കണമെങ്കിൽ, ഇവിടെ എല്ലാം പോകണമെങ്കിൽ പുത്തൻതെരു ജംഗ്ഷനിൽ വന്നതിന് ശേഷം മാത്രമേ പോകാൻ സാധ്യമാകൂ. മറ്റ് ഇതര സ്ഥലങ്ങളിലൂടെ പോകാം, പക്ഷേ അതൊരുപാട് ചുറ്റാണ്. ഇപ്പം നിലവിൽ ഈ 100 രൂപയ്ക്കും 150 രൂപയ്ക്കും പോകേണ്ടുന്ന ഓട്ടോകൾ അടക്കം 300, 350, 400 രൂപ ഒക്കെ ആകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. നമുക്കറിയാം, അത്താഴപ്പട്ടിണിക്കാരായ നമ്മുടെ കാഷ്യൂ ഫാക്ടറിയിലെ 10,000-2000 വരുന്ന തൊഴിലാളികൾ, ഈ തൊഴിലാളികൾ ശരിക്കും 260, 300 രൂപയൊക്കെയാണ് അവരുടെ ഒരു ദിവസത്തെ വേതനം. ആ ദിവസ വേതനത്തിൽ പണിയെടുക്കുന്നവർ വവ്വക്കാവിലോ പുത്തൻതെരു ജംഗ്ഷൻ പുതിയകാവിലോ ഒക്കെ ഇറങ്ങി അവരുടെ തൊഴിലിടങ്ങളിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു 250-300 രൂപ വണ്ടിക്കൂലിയാവും. പിന്നെ അവർക്ക് മിച്ചമായിട്ട് എന്ത് കിട്ടും എന്ന് ഒരു ചോദ്യം ഉണ്ടാകും. ഇവരെയെല്ലാം കൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പാർട്ടി വളർത്തുന്നതിനും കൊടി പിടിക്കുന്നതിനും വേണ്ടി മാത്രം ഈ ജനങ്ങളെ, ഈ സാധാരണക്കാരെ, ഈ അറിവില്ലാത്തവരെ, ഈ തൊഴിലാളികളെ ആളുകൾ പാർട്ടികൾ അങ്ങ് എടുക്കുകയാണ്. ഈ പാർട്ടിയുടെ ആളുകൾ പറഞ്ഞുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ എല്ലാവരും തയ്യാറാണ്. പക്ഷേ ഈ സാധാരണ ജനവിഭാഗത്തിന് വേണ്ടി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരും മുന്നിട്ട് ഇറങ്ങി വരാൻ തയ്യാറാകാത്ത ഒരു സ്ഥിതിഗതികളാണ് നിലവിലുള്ളത്. ജനങ്ങൾ അവരുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ തെരഞ്ഞെടുത്തിട്ടുള്ള ജനപ്രതിനിധികൾ, MP ആകട്ടെ, MLA ആകട്ടെ, വിവിധ മന്ത്രികളാകട്ടെ, അപ്പം ഇവരെ എല്ലാം തെരഞ്ഞെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താൻ ഇവർ തെരഞ്ഞെടുത്തവർ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ടപോയ തെങ്ങ് പോലെ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ജനങ്ങളെ ഈ അമിതമായി എൻ്റെ ഉപ്പുപ്പ അല്ലെങ്കിൽ എൻ്റെ അപ്പുപ്പൻ ഇന്ന പാർട്ടിക്കാരനായിരുന്നു, അതുകൊണ്ട് ഞാനും ആ പാർട്ടിക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും നിലകൊള്ളുന്നുണ്ട്. അതായത് അങ്ങേയറ്റത്തെ ഈ രാഷ്ട്രീയത്തിനോടുള്ള ആതിഥേയത്വം. നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അമിതമായി രാഷ്ട്രീയ അടിമകളായി പോയി കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ദുരിതം വളരെ വലുതാണ്. കാരണം സമൂഹത്തിലെ ഒരു നല്ല ഒരു പ്രവർത്തനത്തിന് വേണ്ടി, ഒരു വികസന പ്രവർത്തനത്തിന് വേണ്ടി എതിര് നിൽക്കുന്ന പാർട്ടികൾ പോലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അത്തരത്തിൽ പാർട്ടികളെ വളർത്താൻ മുന്നിട്ടിറങ്ങുമ്പോഴും ജനങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ജനപ്രതിനിധികൾ മുന്നിട്ട് വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് കൊമ്പത്തിരിക്കുന്നവർ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് സാധ്യമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങളുടെ ഈ ജംഗ്ഷൻ്റെ തൊട്ടടുത്തായിട്ട് വള്ളിക്കാവിൽ ഞങ്ങളുടെ മാതാമൃതാനന്ദമയി ഉണ്ട്, അമ്മ. അപ്പം ഈ അമ്മയെ കാണാൻ തന്നെ നിരവധി രാഷ്ട്രീയ പ്രമുഖരായിട്ടുള്ള നിരവധി അധികാരികൾ ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പം അവരൊക്കെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അവിടെ അടിപ്പാത സാധ്യമാക്കുകയാണ്. പക്ഷേ 10,000-ഓളം വരുന്ന ഈ തൊഴിലാളികൾ, ഈ സാധാരണക്കാരായ പ്രദേശവാസികളായ ആളുകൾക്ക് അർഹതപ്പെട്ട അവരുടെ അവകാശം നേടിക്കൊടുക്കാൻ
ആരെയും കാണുന്നില്ലല്ലോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഈ റോഡിലൂടെ 100-120 മൈൽ സ്പീഡിൽ പോകുന്ന വാഹനങ്ങളെ കണ്ട് കൈകൊട്ടി ചിരിച്ചുകൊട്ട് ആശ്വസിക്കാനല്ലാതെ ഈ സാധാരണക്കാരായ ജനങ്ങളെ കൊണ്ട് എന്ത് സാധിക്കും? മുമ്പലത്തെ MP അങ്ങനെ ആയിരുന്നു, ഇപ്പോഴത്തെ MP ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുന്ന പല ആളുകളും രാഷ്ട്രീയ നേതാക്കളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഒരു നാട് ഒന്നായി നിന്നുകൊണ്ട് ഒരു വലിയ പോരാട്ടത്തിൽ, ഇത് ഈ കാണുന്ന സമരപ്പന്തൽ റോഡിൻ്റെ പടിഞ്ഞാറ് വശത്തൊരു സൈഡിലായിരുന്നു. അപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല, മാസങ്ങളോ ആയിട്ട് അവർ സമരം ചെയ്യുകയാണ്, ശ്രദ്ധിക്കുന്നില്ല എന്ന തോന്നൽ ഉണ്ടായതിന് ശേഷമാണ് ഈ സ്റ്റേജ് നാഷണൽ ഹൈവേയിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ഇപ്പം ഈ നാഷണൽ ഹൈവേയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള ഒരു ജംഗ്ഷനാണ്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ നിരവധി ആളുകളെ ആശ്രയിക്കുന്ന, സാധാരണക്കാരായ ആളുകൾ, അമ്മമാർ ഒക്കെ ആശ്രയിക്കുന്ന വളരെ തിരക്കുള്ള ഒരു ജംഗ്ഷൻ. ഇവിടെ ഇറങ്ങിയിട്ടാണ് കിഴക്കോട്ടും പടിഞ്ഞാട്ടുമൊക്കെ ജനങ്ങൾ സഞ്ചരിക്കുന്നത്. ഇവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ മൂടിപ്പൊതച്ചുകൊണ്ട് രണ്ട് സൈഡും കെട്ടി ഇവിടെ ഈ നാടിനെ അങ്ങ് ഇരുട്ടിലേക്ക് ആക്കാം എന്നാണ് പലരും ചിന്തിക്കുന്നത്. അപ്പം അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു വലിയ പോരാട്ടം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതൊരു വലിയ പോരാട്ടമായി നാളെ ഇത് അറിയപ്പെടും. വേണമെങ്കിൽ എന്താ പറയുന്നത്, കേരളക്കര കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ സമരത്തിലേക്ക് ഇറങ്ങാൻ ജനങ്ങൾ സജ്ജരാണ്. എല്ലാവരും പറയുന്നത്, നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇറങ്ങാം, റോഡ് തടയണമെങ്കിൽ തടയാം, അതല്ല വാഹനങ്ങൾ തടയണമെങ്കിൽ, ഈ പണിയുന്ന സാമഗ്രികൾ തടയണമെങ്കിൽ ഞങ്ങൾ തടയാം, അവർ കേസെടുത്തോട്ടെ, ഞങ്ങളെ ജയിലിലിട്ടോട്ടെ. പക്ഷേ വരും തലമുറയ്ക്ക്, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് സ്കൂളിലേക്ക് പോകാനും നമ്മൾക്കൊക്കെ ആശുപത്രിയിലേക്ക് പോകാനും നാളെ നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മളോടൊരു ചോദ്യം ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്തിനും തയ്യാറായി ഞങ്ങൾ മുന്നിൽ നിൽക്കുകയാണ്, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും, നിങ്ങൾ മുൻനിരയിൽ നിന്ന് പോരടിക്കൂ എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അവസാനമായി എല്ലാവരോടും കൂടി, എല്ലാ അധികാരികളോടും കൂടി ഞങ്ങൾ ചോദിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, നിങ്ങളുടെ കാല് പിടിക്കുകയാണ്. ഞങ്ങളാണ് തെരഞ്ഞെടുത്തത്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ കാല് പിടിക്കുകയാണ്, നിങ്ങളുടെ കാല് പിടിച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, ചോദിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ പുത്തൻതെരുവ് ജംഗ്ഷനിൽ ഒരു അടിപ്പാത യാഥാർത്ഥ്യമാക്കി തന്നില്ല എങ്കിൽ വരും നാളുകളിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഇവിടെ ഇനിയും സംഘടിപ്പിക്കും. നിരവധി പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞ്, ഇനി വരുന്ന പ്രക്ഷോഭത്തെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ് എന്ന് വരില്ല. അത് നിങ്ങൾക്ക് ഭാവിയിൽ നിരാശയുടെ ഒരു വലിയ സാമ്രാജ്യമായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം. ഈ പോസ്റ്റ് കഴിവിൻ്റെ പരമാവധി ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി.